പത്തനംതിട്ട കോന്നി മുറിഞ്ഞകല്ലിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 19-കാരി ഗായത്രിയെയാണ് വാടക വീട്ടിലെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടി പരിശീലനം നടത്തുന്ന ആർമി റിക്രൂട്ട്മെന്റ് കേന്ദ്രത്തിലെ അധ്യാപകന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ഗായത്രിയുടെ അമ്മ രാജി ആരോപിച്ചു. ഹോട്ടൽ ജീവനക്കാരിയായ അമ്മ ജോലി കഴിഞ്ഞ് തിരികെ വന്നപ്പോഴാണ് മുറിക്കുള്ളിൽ മകളെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. മരിച്ച 19-കാരി ഗായത്രി ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ പരിശീലനം നടത്തി വരികയായിരുന്നു. ഇവിടുത്തെ അധ്യാപകന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ഗായത്രിയുടെ അമ്മ രാജി ആരോപിച്ചു. ഈ അധ്യാപകൻ കാരണം തന്നെ എൻ്റെ കുഞ്ഞു പോയത്. ഇയാൾക്ക് എൻ്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? ഞാനൊരു പെറ്റമ്മയാ ചോദിക്കുന്നത്. എൻ്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു തരാൻ അയാളാണോ? അല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഇയാൾക്കൊണ്ടൊരു മോള്. ഇതിനി ഞാൻ ഏതറ്റം വരെയും പോകും. സ്ഥാപനത്തിനെതിരെ കൂടൽ പോലീസിൽ അമ്മ മൊഴി നൽകിയിട്ടുണ്ട്. ഗായത്രിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ നമുക്കൊപ്പം ചേരുന്നു. ശശിനാരായണൻ, കുടുംബത്തിന്റെ ആക്ഷേപം വളരെ വലുതാണ്. മാനസികമായ പീഡനമുണ്ടാകുന്നു, ഈ കുട്ടികളെ ഡേറ്റിങ്ങിന് ക്ഷണിക്കുമായിരുന്നു എന്നൊക്കെയാണ് വലിയ ആരോപണം ആ കുടുംബം ഉന്നയിച്ചു. ഈ സംഭവം സംബന്ധിച്ച് കുടുംബത്തിന്റെ നിലപാട് എന്താണ്? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായും കുടുംബത്തിന് വലിയ ആരോപണം ഈ സ്ഥാപനത്തെ കുറിച്ചുണ്ട്. ഈ പെൺകുട്ടി ഗായത്രി പഠിച്ചിരുന്ന അടൂരിലെ സൈനിക റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലാണ് പഠിച്ചിരുന്നത്. എന്തായാലും അവിടുത്തെ ഈ അധ്യാപകരാണ് ഇത്തരത്തിൽ മോശമായ രീതിയിൽ ഈ പെൺകുട്ടിയോട് പെരുമാറി എന്നുള്ള ഒരു ആരോപണമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ മാനസിക പീഡനം മൂലമാണ് ഗായത്രി ഇന്നലെ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാര്യം എന്നുകൂടി അമ്മ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അത്ര ചില മുൻകാലങ്ങളിലും സമാനമായ രീതിയിൽ ഈ സ്ഥാപനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ള രീതിയിലാണ് അമ്മ പറഞ്ഞത്. ഒപ്പം അതിനെതിരെ ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഇന്ന് ഈ സ്ഥാപനത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അല്പസമയത്തിനകം തന്നെ ഇവിടെ ഉണ്ടാവും. എന്തായാലും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉണ്ടാവുന്നു. നേരത്തെയും ചില വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. അതനുസരിച്ച് ഇന്നലെ കൂടുതൽ പോലീസിൽ മൊഴി നൽകുകയും ഈ അമ്മ നേരിട്ട് തന്നെ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ അധ്യാപകന്റെ മാനസിക പീഡനം, ഈ ഡേറ്റിംഗ് ക്ഷണിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. ശശിനാരായണൻ, മറ്റ് കുട്ടികൾ, മറ്റ് പരാതികൾ അങ്ങനെ എന്തെങ്കിലും നേരത്തെ ഉയർന്നിരുന്നു? അങ്ങനെ നമ്മുടെ അന്വേഷണത്തിൽ അത്തരം എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞു? ഈ കുടുംബത്തിന്റെ ആക്ഷേപത്തിനപ്പുറം നേരത്തെ ചില പരാതികളോ അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളുടെ പരാതികളോ അങ്ങനെ എന്തെങ്കിലും ആക്ഷേപങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു? ഈ കുട്ടിയുടെ ഈ ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ ഓമനയാണ് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരം നമുക്ക് ഇതുവരെ ലഭിച്ചില്ല. പല കുട്ടികളും സമാനമായ രീതിയിൽ ഈ അധ്യാപകന്റെ മാനസിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം ഈ പെൺകുട്ടിയുടെ മാതാവാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതനുസരിച്ചാണ് പോലീസിൽ മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അത്തരം പരാതികളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഉണ്ടാവും. അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കും അറിയാൻ കഴിയുക. എന്തായാലും പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തുള്ളത്. അതിന് സ്ഥാപന ഉടമ ഇതുവരെ സ്ഥലത്തെത്തിയിട്ടില്ല. അദ്ദേഹത്തിനെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യാനോ വിശദമായ മൊഴി എടുക്കാനോ മറ്റു കാര്യങ്ങളും വിവരങ്ങൾ ചോദിച്ചറിയാനും ഒരുപക്ഷെ പോലീസ് അത്തരമൊരു ശ്രമം നടത്തുമെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. മറ്റു കുട്ടികളും ഉണ്ടെന്നാണ് ഈ ഗായത്രിയുടെ അമ്മ, മരണപ്പെടുന്നതിൽ ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ അമ്മ ഉന്നയിക്കുന്ന ആ തരത്തിൽ ഉള്ള ഒരു അന്വേഷണം കൂടി ചിലപ്പോൾ സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. സൈത്തെ, യെസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അടൂര് ഈ സൈനിക റിക്രൂട്ട്മെന്റിന് വേണ്ടിയുള്ള സ്ഥാപനത്തിൽ പരിശീലനത്തിലായിരുന്നു പെൺകുട്ടി. അവിടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും മാനസിക പീഡനം നേരിടേണ്ടി വരുന്നു. ഇതേ തുടർന്നാണ് തൻ്റെ കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് ഗായത്രിയുടെ അമ്മ ഓമന പരാതി പറയുന്നു. എന്തായാലും ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം വലിയ വിവാദത്തിലായിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നിരവധി സംഘടനകളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയരുന്നുണ്ട്. അല്പസമയം മുമ്പ് ഡിവൈഎഫ്ഐ അവിടേക്ക് പ്രതിഷേധ മാർച്ചടക്കം നടത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ നിന്നും ഉയരുന്നത്.